കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടെ ഒരു മഴ പെയ്ത കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് മഴ കിട്ടിയോന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിനൊരു രസകരമായിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇവിടെ മഴയൊന്നും കിട്ടിയില്ല ഹരിത. അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഹരിത എന്ന് പറഞ്ഞൊരു കുട്ടി മഴയൊക്കെ അങ്ങോട്ട് കരാറെടുത്ത് വെച്ചേക്കാന്നുള്ളതാണെന്ന്. എന്തായാലും ആ കമന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടാ. അങ്ങനെ ഒരു കരാറെടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിലേ ഉറപ്പായിട്ടും 1.5 ദിവസങ്ങളിലെല്ലാം മഴ പെയ്യാനുള്ള കരാറെടുത്തേനെ. എന്ത് ചെയ്യാനാ, അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ വരുമ്പോ ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ മഴ ആസ്വദിച്ച് ചായ ആറ്റിക്കൊണ്ടിരിക്കില്ല. എന്റെ ചായ മൊത്തം പുറത്തു പോയിട്ടാ. ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ ആകെ മോശമായപ്പോ ഞാൻ ഓർഡർ ചെയ്തതാണ് ഹാപ്പി പ്ലാനറ്റിന്റെ റീയൂസബിൾ കിച്ചൺ ടവൽ. ഇതുകൊണ്ട് നമുക്ക് ഒറ്റ സ്വൈപ്പിൽ തന്നെ ഏത് രീതിക്കുള്ള സ്റ്റെയിൻ ആണെങ്കിലും നീക്കം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ നമുക്ക് ചുമരിൽ ഒട്ടിച്ചു വെക്കാനും പറ്റും. ബാക്കിയുള്ള ക്ലീനിങ് ക്ലോത്തുകളൊക്കെ വാങ്ങുന്ന അത്ര എക്സ്പെൻസീവ് അല്ല. വെറും 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20 ഷീറ്റിന്റെ കൂടെ 2 ഷീറ്റ് ഫ്രീയും ഉണ്ട്. ഇതിന്റെ ഓരോ ഷീറ്റും നമുക്ക് 100 തവണ കഴുകി യൂസ് ചെയ്യാൻ പറ്റൂട്ടാ. ഒട്ടും ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എന്തായാലും അത് എടുത്തതല്ലേന്ന് വെച്ചിട്ട് കൗണ്ടർ ടോപ്പും സ്റ്റെയിനും എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. ഇനി കുട്ടികളൊക്കെ വിട്ടിട്ട് ഇനിയുണ്ട് കുറച്ച് ക്ലീനിങ് പ്രോസസ്സുകള്. നമ്മുടെ മുറ്റം നോക്കി മഴ പെയ്ത് കഴിഞ്ഞപ്പോ നല്ല രസല്ലേ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടാ. പ്രശാന്തേണ്ട കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പൊ പ്രശാന്തേണ്ടും ഞാനും കൂടി ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഏട്ടൻ പറയാണ് ആ ടെർമിനാലിലേക്ക് എന്തോ പ്രശ്നമുണ്ട്, എല്ലാ ഇലയും കൊഴിഞ്ഞു പോയില്ലോന്ന്. അപ്പൊ ഞാൻ ഒന്ന് ടെൻഷൻ അടിക്കേണ്ട, അത് ഓരോ സീസണിൽ കൊഴിയന്താ, പിന്നെ വീണ്ടും വരും. അതുപോലെ തന്നെയായിരുന്നു ഇപ്പുറത്തെ ടെർമിനാലിയും. ഇപ്പൊ കണ്ടോ തളിർത്ത് നിൽക്കുന്ന എല്ലാ ഇലകളും തിരിച്ചു വന്നു. അങ്ങനെ നമ്മുടെ പ്രശാന്തേട്ടൻ പോവാണ്. മഴ പെയ്തിട്ട് ഒരുപാട് വെള്ളം അവിടെ ഇവിടെയൊക്കെ കിടക്കണ്ടേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അതൊക്കെ തട്ടി തെറിപ്പിച്ച് ആസ്വദിച്ചാണ് കേട്ടാ പോരുന്നത്. അങ്ങനെ നമ്മുടെ പിള്ളേര് വലിയൊരു നീണ്ട കുളിക്ക് ശേഷം എത്തിയിട്ടുണ്ട്. ഇനി രണ്ടുപേരും ഭക്ഷണം കഴിച്ച് തീരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ പിന്നെ എന്തായാലും ഞാനും ചായയും കൊണ്ട് അവരെ കൂടി ഇരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമശിവ് ജാനുവിനോട് മേശ ക്ലീൻ ചെയ്തോ, ഞാൻ പാത്രം കഴുകാന്നും പറഞ്ഞ് പ്ലേറ്റ് കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മ ടേബിൾ തുടക്കാനുള്ള സംഭവം തായോന്ന് പറഞ്ഞപ്പോ ഹാപ്പി പ്ലാനറ്റിന്റെ ടവൽ എടുത്ത് കൊടുത്തുവിട്ടാ. ഞാൻ അതുകൊണ്ട് തുടച്ചിട്ടേ ആൾക്ക് എന്തോരം തുടച്ചിട്ട് അങ്ങോട്ട് മതിയാവണില്ല. ആ ടേബിൾ മൊത്തം അവള് തുടച്ച് ക്ലീൻ ആക്കി. അടിപൊളി സാധനമാണല്ലോ അമ്മേ, ഇനി ഇതെങ്ങനെയാ ക്ലീൻ ചെയ്യാ, കഴുകിയാൽ മതിയോന്ന് ചോദിച്ചു. അതൊന്ന് ജസ്റ്റ് വെള്ളത്തിന്റെ താഴെ കഴുകിയാൽ മതി ജാനു എന്ന് ഞാനും പറഞ്ഞു. അവളത് സുഖമായിട്ട് കഴുകിയും കൊണ്ടുവന്നു. അങ്ങനെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ എന്റെ ഫ്രിഡ്ജും ക്യൂരിയോസ് വെക്കുന്ന ഷെൽഫും അതിൽ വെച്ചിരിക്കുന്ന ഷോ പീസുകളും എല്ലാം എടുത്ത് ക്ലീൻ ചെയ്തു. ഈ പൊടിയെല്ലാം തുടച്ചെടുത്തതിന് ശേഷവും കഴുകിയെടുത്തപ്പോ സംഭവം പുത്തം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റയിലാണെന്ന് വെച്ചാൽ ലിങ്ക് കമന്റ് ഇട്ടോളൂ.